അപ്പം നമുക്ക് നമ്മുടെ ക്ലേ ക്യാനിലൊന്ന് പെയിൻ്റ് അടിച്ചാൽ കുറച്ച് ദിവസമായി പെയിൻ്റ് അടിക്കണം എന്ന് വിചാരിക്കുന്നു. സംഭവം വിചാരിച്ച പോലെ ചെയ്യാനും പറ്റിയില്ല, വിചാരിച്ച പോലെ അത് ഡ്രൈയും ആയില്ല. മൊത്തം വിള്ളലായിരുന്നു. പിന്നെയും കുറച്ച് ക്ലേ ഒക്കെ വെച്ച് പാച്ച് വർക്ക് ചെയ്ത് എന്തായാലും സമയം മെനക്കെടുത്ത് ചെയ്തതല്ലേ, ഒന്ന് പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചു. ഈ വീഡിയോയിൽ ആദ്യം എടുത്തിരിക്കുന്ന കളറൊന്നുമല്ല അവസാനം ആകുമ്പോഴേക്കും ഞാനിതിന് കൊടുത്തിരിക്കുന്നത്. ക്ലേ പെയിൻ്റ് അടിക്കുന്നത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്ന പരിപാടിയാണെങ്കിലും ആദ്യം കുറച്ച് ഷെയ്ഡ് അധികം ഉണ്ടാക്കി വയ്ക്കുമായിരിക്കും നല്ലത്. പിന്നീട് നമുക്കതൊന്നും എടുത്ത് ടച്ചപ്പ് ചെയ്യണമെന്നോ ഒന്ന് ഡിഫൈൻ ചെയ്യണമെന്നോ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അതേ ഷെയ്ഡ് കിട്ടിയെന്നും വരില്ല. അതുകൊണ്ട് മുഖത്തിന് ആദ്യം കൊടുത്ത കളറല്ല ഞാൻ രണ്ടാമത് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാധനം പെയിൻ്റ് അടിച്ച് വളരെ മോശമാക്കിയെന്നാണ് വീട്ടിലുള്ളവരൊക്കെ പറയുന്നത്. പിന്നെ ഞാൻ അതിൽ നിർത്തിയില്ല, കുട്ടിയുടെ ഉടുപ്പിനും ബന്ധമില്ലാത്തൊരു കളറും ഹെർട്ടിന് എപ്പോഴും ചുമപ്പായതുകൊണ്ട് ഒരു ചുവന്ന കളറും കൊടുത്തു. സംഭവം ഇത് നമുക്ക് ചെയ്യാനറിയോ അല്ലെങ്കിൽ ഇതിൻ്റെ പെർഫെക്ഷൻ ഒന്നുമില്ല, നമുക്കിത് ചെയ്യാൻ ഇഷ്ടമാണോ അപ്പോൾ നമ്മളങ്ങ് ചെയ്യുക. അങ്ങനെ ചെയ്തൊരു ആർട്ടാണിത്. അപ്പോൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം ഇങ്ങനെ ഉണ്ടായിരുന്നു. കുട്ടികളാരെങ്കിലും എൻ്റെ വീഡിയോ കണ്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ഈ മെഴുക് ഉരുക്കി ഒഴിക്കാനൊക്കെ പേരൻസിൻ്റെ ഹെൽപ്പ് ചോദിക്കുക കേട്ടോ. അപ്പോൾ മെഴുക് ഒഴിച്ചു, തിരിയിട്ടു, നമ്മുടെ ക്യാൻഡിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ ഇത് കത്തിച്ച് ഞാൻ രാത്രി എടുത്ത കുറച്ച് ഫോട്ടോസും വീഡിയോസും ഞാൻ ഇതിൻ്റെ ഒപ്പം ചേർക്കുന്നുണ്ട്. ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.